അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, അതേപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയതായ മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, എസ്പെറൻസ 2025 ഈ ഒരു വേദിയിൽ കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നായകൻ എന്ന് വിളിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചതായ കാവ്യകീർത്തനത്തിലെ മങ്കൂസ് മൗലിദിന്റെ 5-ാമത്തെ ഹദീസ്, ആ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, മങ്കൂസ് മൗലിദിന്റെ ചരിത്ര പരാമർശം എടുത്തു നോക്കുമ്പോൾ മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളത്തിലെ പൊന്നാനിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പൊന്നാനിയിലും പരിസരത്തിലും കോളറ എന്ന രോഗം ബാധിക്കുകയും ഒരുപാട് ജനങ്ങൾ മരണമടയുകയും ചെയ്ത സമയത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് കാവ്യശലകങ്ങൾ, അതായത് മൗലിദുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ സുബ്ഹാന മൗലിദ് അടക്കമുള്ള മൗലിദുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു രത്നച്ചുരുക്കം എന്ന നിലയിൽ ഒരു മൗലിദ് രചിക്കുകയാണ്. അതാണ് മങ്കൂസ് മൗലിദ്. ആ മൗലിദിൽ മഹാനവരുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളെയും മുഅ്ജിസത്തുകളെയും പരാമർശിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞ് അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടായതായ ഒരു മുഅ്ജിസത്തിന്റെ ചരിത്രം വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം വരുന്നുള്ളത്. മഹാനവരുകൾ പറയുകയാണ്, എന്റെ നാട്ടിൽ ഒരു ദിമ്മിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനോടനുബന്ധിച്ച് ഒരുപാട് ആഘോഷങ്ങൾ നടത്തുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് വളരെ പ്രൗഢമായി ആഘോഷം നടത്തിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം വന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, ലിമ തഫ്അലു ഫി ഹാദാ ശഹ്രി ദൂന ഗൈരിഹി, മറ്റു മാസങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഈ ഒരു മാസത്തിൽ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് നാം ആഘോഷിക്കുകയാണെന്നും ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു മാസത്തിലാണ് പിറന്നത് എന്നും പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഈ ദിമ്മിയായ മനുഷ്യൻ അലി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മാ നിംതു ഫീ തിൽക ലൈലതി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ആ രാത്രി ഉറങ്ങിയ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, മാ ബിക, ഓ അലിയെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഫഅഖ്ബർതുഹു ബിഖബരി ദിമ്മിയുമായുള്ള പ്രശ്നത്തെ കുറിച്ച് ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഹ്സൻ, ബേജാറാവേണ്ടതൊന്നുമില്ല, ലാ തഹ്സൻ, നീ ബേജാറാവേണ്ടതില്ല, കാരണം നാളെ നിന്നിലേക്ക് അയാൾ വരും, വഹുവ മുഅ്മിൻ, അദ്ദേഹം മുഅ്മിനായിക്കൊണ്ട് നിന്നിലേക്ക് വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാന്തനിപ്പിക്കുകയാണ്. അവിടെ സമാധാനിപ്പിക്കുന്ന ആ ഒരു രംഗത്തെ നാം ഒന്ന് പരാമർശിച്ചു നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ചരിത്ര രംഗമാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അനുയായിയായ ഒരു മനുഷ്യൻ വിഷമിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ വന്ന് സ്വാന്തനം നൽകുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുവാചകരെ ശ്രദ്ധിക്കണം, ഈ എസ്പെറൻസയുടെ വേദിയിൽ നാം ഉയർത്തുന്നതായ സ്വലാത്തിന്റെ മനോഹരമായ പ്രകമ്പനങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീനയിൽ ആദരണീയമായി എത്തിച്ചേരണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റബീഇന്റെ വസന്തത്തിൽ നാം ഉയർത്തുന്നതായ വിശുദ്ധ വജസ്സുകൾ, അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിലേക്ക് എത്തിച്ചേരിക്കുന്നതാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാന്തനിപ്പിക്കുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിറ്റേത്തെ ദിവസം രാവിലെ വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ എഴുന്നേറ്റു നിന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് നൽകിയതായ വാഗ്ദാനത്തെ, ആ ഒരു വാഗ്ദാന പൂർത്തീകരണം കാണാൻ വേണ്ടി ആഗ്രഹം പേറിയ മനസ്സുമായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആരോ വാതിലിന് തട്ടുന്നതായി ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, എന്റെ മനസ്സിലെ കറകൾ നീങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വാതിൽ തുറക്കണം. ഇന്നലകളിൽ നിങ്ങളിലേക്ക് വന്നതായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിലേക്കും വന്നിട്ടുണ്ട്. അക്കാരണമായി ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന നിലയിൽ സംസാരിച്ച സമയത്ത് അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മുസ്ലിമായി കൊണ്ട് അകത്തേക്ക് കടക്കുകയാണ്. അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ശഅനുക, എന്താണ് കാരണം, നിങ്ങൾ മുസ്ലിം ആവാനുള്ള കാരണം എന്താണ്? ഇന്നലെ എന്നെ വിമർശിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് പോയയാൾ ഇന്ന് എങ്ങനെയാണ് മുസ്ലിമായത് എന്ന് ചോദിച്ച സമയത്ത് അയാൾ പറയുകയാണ്, റഅയ്തുൽ ലൈലത റജുലൻ ഹസനൽ വജ്ഹി തയ്യിബർ റായിഹതി അളീമൽ ഹൈബതി അസജ്ജൽ ഹാജിബൈൻ സഹ്ലൽ ഖത്തൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാഉ വഇദാ സമത ഫഅലൈഹിൽ വഖാറു ഖുൽവുൽ മൻതിഖി വഇദാ തലഅ തഖൂലു ഹാദൽ ബദ്റുൽ മുനീർ. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതിനെ കുറിച്ച് അലി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഹബീബിന്റെ സൗന്ദര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അവസാനം പറയുന്നു, ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാഉ, ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ മുഖം വെട്ടി തിളങ്ങുകയാണ്. വഇദാ സമത ഫഅലൈഹിൽ വഖാറു, മൗനം എത്ര ഗംഭീര്യമാണ്. ഹുൽവുൽ മൻതിഖി, സംസാരം എത്ര മാധുര്യമുള്ളതാണ്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയുള്ള ഒരു സൗന്ദര്യവാനായ മനുഷ്യനെ ഞാൻ കണ്ടപ്പോൾ, സുഗന്ധം പരിമളം വീശിയടിക്കുന്നതായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടപ്പോൾ സ്വാഭാവികമായും ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എന്നിലേക്ക് എന്റെ കൈ ചുംബിക്കുക? നിങ്ങൾ എന്റെ മതത്തിലുള്ള ആളല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്റെ കൈ ചുംബിക്കുക എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മൻ അൻതല്ലദീ മന്നല്ലാഹു അലയ്യ ബിക, നിങ്ങൾ കാരണമായിട്ട് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ച സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അനല്ലദീ ഉർസിൽതു റഹ്മത്തൽ ലിൽ ആലമീൻ അന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ അന മുഹമ്മദുൻ ഖാതിമുൻ നബിയ്യീന വറസൂലു റബ്ബിൽ ആലമീൻ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന അന്ത്യപ്രവാചകനാണ്, ഞാൻ ലോകത്തിലേക്ക് റഹ്മത്തായി ഇറക്കപ്പെട്ടവനാണ്, ഞാൻ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതാവാണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മുസ്ലിമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം മുസ്ലിം ആവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സമയത്തിന്റെ അഭാവത്തിൽ ഞാൻ അവസാനത്തിലേക്ക് കടക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാന്നിധ്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ മുസ്ലിം ആയിട്ടുള്ളത്. ഈ ഒരു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഹബീബിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്തിലുള്ള ഏകദേശം മുസ്ലിം യുവതലമുറകളിലും മറ്റു സംസ്കാരങ്ങളിലുള്ളതായ ഒരുപാട് ആളുകളുടെ ചിത്രങ്ങളാണ് മനസ്സിലുള്ളത്. അതേപോലെ തന്നെ മറ്റു സംസ്കാരങ്ങളെ
പിൻപറ്റുന്നതായ രീതി നമ്മുടെ ഈ ഒരു തലമുറയിൽ എങ്ങനെയാണ് വന്നത് എന്ന് നോക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ മനസ്സിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ ചേർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.